ഹായ് സ്റ്റുഡൻസ്, ഇൻസ്പയറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് നിസാർ. ഞാൻ ഇൻസ്പയറിൻ്റെ അക്കാദമിക് ഡയറക്ടറാണ്. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇൻസ്പയർ എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിനെ കുറിച്ചും അതുപോലെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചുമാണ്. അതുപോലെ ഈ കോഴ്സുകൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചും കൂടിയാണ്. അപ്പോൾ ഇൻസ്പയർ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട്സ് ടാക്സ് മേഖലകളിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അക്കൗണ്ട്സ് ടാക്സേഷൻ മേഖലകളിൽ ആളുകളെ എക്സ്പേർട്ട് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ആരംഭിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്പയർ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ ഈ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നതും കോഴ്സിന്റെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നതും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുകയാണെങ്കിലും നിങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാവില്ല, അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാവില്ല. ജസ്റ്റ് ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം അറിയുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്ട് അല്ലാത്ത ആളുകളായിരിക്കും. പക്ഷേ ഇൻസ്പയറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളിപ്പോൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്ന ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് അഥവാ ഗവൺമെന്റ് എപ്പോഴാണോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓപ്പൺ ചെയ്യാൻ അനുവദിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നൽകും. ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നൽകുന്നത് റിയൽ ടൈം അക്കൗണ്ട്സിലായിരിക്കും, അഥവാ ഏതെങ്കിലും കമ്പനികളുടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട്സിലായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നൽകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. അതുപോലെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ എക്സാം ഉണ്ടാവും. എക്സാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ജോബ് അസിസ്റ്റൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഏതെല്ലാം കോഴ്സുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏതെല്ലാം കോഴ്സുകളാണ് ഇൻസ്പയർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻസ്പയറിന്റെ ആദ്യത്തെ കോഴ്സ് അല്ലെങ്കിൽ ഇൻസ്പയറിന്റെ മാസ്റ്റർ കോഴ്സ് എന്ന് പറയുന്നത് സർട്ടിഫൈഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് CC എന്ന് പറഞ്ഞ കോഴ്സാണ്. ഈ ഒരു കോഴ്സ് ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ്. ഈ ഒരു കോഴ്സിൽ ഏകദേശം ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് എക്സിക്യൂട്ടീവ് എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ്. ഇതിൽ മാനുവൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, GST, GCC VAT, ഇൻകം ടാക്സ് മുതലായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ കോഴ്സ് സർട്ടിഫിക്കേഷൻ ഇൻ GST ആണ്. സർട്ടിഫിക്കേഷൻ ഇൻ GST ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില ആളുകൾക്ക് അവർക്ക് അക്കൗണ്ടിങ് എല്ലാം അറിയായിരിക്കാം. ഇപ്പോൾ മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിൽ റീസെറ്റിൽ ചെയ്യുന്ന ആളുകൾക്കാണ്. അപ്പോൾ അവർ ഓൾറെഡി അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷേ ഇവിടെ പുതുതായിട്ട് വന്ന GST എന്ന് പറഞ്ഞ ലോനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് GST എന്ന് പറഞ്ഞ ലോയിൽ സർട്ടിഫിക്കേഷൻ എടുക്കാം. അതാണ് GST സർട്ടിഫിക്കേഷൻ. അത് പുറമെ മൂന്നാമത്തെ കോഴ്സ് സർട്ടിഫിക്കേഷൻ GCC VAT ആണ്. GCC VAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഗൾഫ് കൺട്രീസിൽ GCC കൺട്രീസിൽ വന്നൊരു പുതിയൊരു ലോയാണ് GCC VAT. അവിടുത്തെ പുതിയൊരു ടാക്സ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഒരു GCC വാറ്റിലും ഞങ്ങൾ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. പിന്നെ അതിന് പുറമെ സർട്ടിഫിക്കേഷൻ ടാലി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടാലിയും GSTയും കൂടെയുള്ള ഒരു കോഴ്സ് വേറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഈ ഒരു കോഴ്സ് ഉദ്ദേശിക്കുന്നത് +2 മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ്. ഇതുവരെ പറഞ്ഞ കോഴ്സുകളെല്ലാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ്. +2 മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ മാനുവൽ അക്കൗണ്ടിങ് പ്ലസ് ടാലിയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് പുറമെ SAP FICO അതുപോലെ തന്നെ SAP Business 1 എന്ന് പറഞ്ഞ SAPയുടെ 2 കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് ഞങ്ങൾ ഇൻസ്പയറിൽ ഓഫർ ചെയ്യുന്നത്. ഇതിൽ സർട്ടിഫൈഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന ഞങ്ങളുടെ കോഴ്സാണ് മാസ്റ്റർ കോഴ്സ്. ഈ ഒരു കോഴ്സിൽ ഏകദേശം ഒരു അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സർട്ടിഫൈഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ CCAയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ക്ലാസ്സുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നത് റിയൽ ടൈം അക്കൗണ്ട്സിലായിരിക്കും ട്രെയിനിങ് നൽകുക. അഥവാ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് നൽകും. അത് റിയൽ ടൈം അക്കൗണ്ട്സിലായിരിക്കും ട്രെയിനിങ് നൽകുക. അതുപോലെ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വേറൊരു സബ് ആയിട്ടുള്ള ഒരു കാര്യമാണ് GCC VAT. ഈ GCC VAT ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ വേറൊരു ദുബായിലുള്ള ഒരു സ്ഥാപനത്തിനെ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും. സഹൽ അക്കൗണ്ടിങ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ദുബായ് സ്ഥാപനത്തിനെ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിൽ GCC VAT ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എൻറ്റിറ്റിയിലും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് എക്സിക്യൂട്ടീവ് ആയിട്ടോ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്മെന്റാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു GST കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സാം നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് GST കൺസൾട്ടന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. പിന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒന്നാമത്തത് നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന NCTTയുടെ സർട്ടിഫിക്കറ്റ് ആണ്. NCTT ഒരു സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള NGO ആണ്.
അതിന് പുറമെ ഇൻസ്പയറിന്റെ മെറിറ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ സഹൽ അക്കൗണ്ടിംഗ് സർവീസ് എന്ന് പറഞ്ഞ ദുബായിലുള്ള ഫേമിന്റെ ഒരു സർട്ടിഫിക്കറ്റും GCC വാറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ട്രെയിനിങ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ട്രെയിനിങ് പീരീഡിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് എപ്പോഴാണോ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഓപ്പൺ ആക്കാൻ അനുവദിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഞങ്ങളുടെ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ മലബാറിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ ഫേമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു അക്കൗണ്ടിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി ഉണ്ടാവും. ഞങ്ങളുടെ തന്നെ ക്ലയൻസിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി ഉണ്ടാകും. അതുപോലെ ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഓരോ വീക്കിന്റെയും ക്ലാസിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ആ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഒരു ഇന്ററാക്ഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫാക്കൽറ്റി ആണോ ക്ലാസ് എടുക്കുന്നത് ആ ഫാക്കൽറ്റി ആയിട്ട് നിങ്ങൾക്ക് അതാത് ദിവസം ഇന്ററാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫാക്കൽറ്റിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ വെബ്സൈറ്റ് മുഖാന്തരമായിരിക്കും. www.inspire.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു നിങ്ങൾക്ക് വാട്സപ്പിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫാക്കൽറ്റിയായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. അതുപോലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അഥവാ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങൾ പ്രാക്ടിക്കൽ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ഞങ്ങളുടെ തന്നെ ക്ലാസ്സിലായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിലായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഓപ്പൺ ചെയ്യാൻ അനുവദിക്കുന്ന സമയത്തായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്ലാസ് GSTയുടെ ബേസിക്സ് ഓഫ് GST എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ അതിലോട്ട് പോകാം. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, ഇൻസ്പയറിൻ്റെ GST ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് GST? GST എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണ്. ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ടാക്സ് സിസ്റ്റമാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. 2017 ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അഥവാ ആകെ 3 വർഷമായിട്ടേ ഉള്ളൂ GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ വേറെ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ആ ടാക്സുകളെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയതായിട്ട് ആ ടാക്സുകളെല്ലാം ഒരുമിച്ചിട്ട് ഒറ്റ ടാക്സ് എന്നുള്ള ഒരു ലേബലിൽ കൊണ്ടുവന്ന ടാക്സാണ് GST. അപ്പോൾ നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് GSTയിലെ ബേസിക്സ് ഓഫ് GST എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമ്മുടെ സിലബസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് GST. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ എല്ലാ ദിവസത്തെ റൂട്ടീനിലും വരുന്ന ഒരു കാര്യമാണ് GST. അഥവാ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഡെയിലി റൂട്ടീനിലുള്ള ഒരു കാര്യമാണ് GST. അപ്പോൾ GSTൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ ബേസിക്സ് ഓഫ് GST ആണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മളിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് ടാക്സ്, അതുപോലെ തന്നെ എന്തെല്ലാം ടൈപ്സ് ഓഫ് ടാക്സ് ഇന്ത്യയിലുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ടാക്സ്, അതുപോലെ എന്തെല്ലാം ടൈപ്സ് ഓഫ് ടാക്സ് ഇന്ത്യയിലുണ്ട്. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് GST ഇംപ്ലിമെൻ്റ് ചെയ്തത്, ആരാണ് GST ഇംപ്ലിമെൻ്റ് ചെയ്തത്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST എന്നുള്ളതിനെ കുറിച്ച് നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം ടാക്സുകളാണ് GSTയിലോട്ട് വന്നത്. പണ്ട് ഞാൻ പറഞ്ഞു 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2017 മുന്നേ ഇവിടെ വേറെ ഒരുപാട് ടാക്സുകളുണ്ട്. ആ ടാക്സുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഏതെല്ലാമാണ് ആ ടാക്സുകൾ, GSTയിലോട്ട് വന്ന ടാക്സുകൾ ഏതെല്ലാമാണ്. അതുപോലെ തന്നെ GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്തെല്ലാം, എന്ത് ബെനിഫിറ്റ് കണ്ടിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ GSTയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സുമാണ് നമ്മളവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറച്ച് GSTയിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സുകൾ, കീ വേർഡ്സുകൾ,
ഉദാഹരണത്തിന് ഡ്യുവൽ ടാക്സ് സിസ്റ്റം, അതുപോലെ B2B, B2C, അതുപോലെ കൺസംഷൻ ബേസ്ഡ് ടാക്സേഷൻ. ഇങ്ങനെ GSTയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് നമ്മളിവിടെ കവർ ചെയ്യും. അതുപോലെ തന്നെ GSTൻ്റെ ഭരണ നിർവഹണം എങ്ങനെയാണെന്നുള്ളത്, GSTയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ GST എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ GST എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ കടയിലൊക്കെ പോവുകയാണെങ്കിൽ, ഒരു കടയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് തരുന്ന ബില്ലിൽ GST ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു ക്ലോത്ത് എന്തെങ്കിലും മേടിക്കാൻ പോകുമെന്ന് വെച്ചോളൂ, നിങ്ങൾ ആ ബില്ലൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ GST ഉണ്ടാവും. അപ്പോൾ നമ്മളതിലോട്ട് ഡീപ്പായിട്ട് വരുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് ചാർജ് ചെയ്യണമെന്നുള്ളത്. എങ്കിലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുകയാണ്, GST എന്ന് പറയുന്നത് ഗുഡ്സിലോ അല്ലെങ്കിൽ സർവീസിലോ ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗുഡ്സും സർവീസും എങ്ങനെയാണ് GSTയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഓരോ ഗുഡ്സും ഓരോ സർവീസും GSTയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടും എങ്ങനെയാണ് GSTയിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, ഇമ്പോർട്ടും എക്സ്പോർട്ടും എങ്ങനെയാണ് GSTയിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ GST കൗൺസിൽ അഥവാ GSTയുടെ കാര്യങ്ങൾ ഭരണ നിർവഹണം നടത്തുന്ന കൗൺസിൽ, അതിനെക്കുറിച്ചും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ടാക്സ്? ഇപ്പോൾ GST പോട്ടെ, വേറെ ഒരുപാട് ടാക്സുകൾ ഇന്ത്യയിലുണ്ട്. എന്തൊക്കെ ടാക്സുകളാണ് ഇന്ത്യയിലുള്ളത്? ഇൻകം ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ വാറ്റ് ഉണ്ടായിരുന്നു, എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, കസ്റ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടാക്സുകളുണ്ട്. എന്തിനാണ് ഈ ടാക്സ്? ഒരു ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന വരുമാനമാണ് ടാക്സ്. അത് ചില രാജ്യത്തെ ഗവൺമെൻറ്റിന് ടാക്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ വേറെ വരുമാനമില്ലാത്ത ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പോലെയുള്ള ഗവൺമെൻറ്റുകൾക്ക്, അഥവാ വേറെ ഒരു വരുമാന മാർഗ്ഗം ഇല്ലാത്തപ്പോൾ നമ്മളിപ്പോൾ UAEയിലോ അല്ലെങ്കിൽ വേറെ GCC കൺട്രീസിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ടാക്സ് ഇത്രയും കാലം ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, GCC വാറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയ വാല്യൂ ആഡഡ് ടാക്സ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇതിന് മുന്നേ 2018 മുന്നേ GCCയിലൊന്നും ടാക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് വരുമാനം പെട്രോളിയത്തിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോലത്തെ രാജ്യത്തിന് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു നികുതി ജനങ്ങളുടെ അടുത്തുനിന്ന് പിരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്തുനിന്ന് പിരിക്കുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ടാക്സിൻ്റെ നിർവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ടാക്സ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ചാർജാണ്. അത് കളക്ട് ചെയ്യുന്നത് ടാക്സ് പെയർ അടുത്തു നിന്നാണ്, അഥവാ ജനങ്ങളുടെ അടുത്തു നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അത് കളക്ട് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് എന്തിനാണ് ഇത് കളക്ട് ചെയ്യുന്നത്? ഗവൺമെൻറ് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ അടുത്തു നിന്ന് ഗവൺമെൻറ് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഫെസിലിറ്റീസിൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് കാണുന്ന ഒന്നാണ് ടാക്സ്. അപ്പോൾ എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഗവൺമെൻറ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതിനാണ് ഈ ഫണ്ടെല്ലാം കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ടാക്സ് ആയിട്ട്. എന്തെല്ലാമാണത്? അതിൽ ഒന്നാമത്തത് എഡ്യൂക്കേഷനാണ്. നമുക്കറിയാം ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ ഡിഗ്രി വരെ പഠിക്കണമെങ്കിൽ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് അറിയും. ഡിഗ്രി വരെ പഠിക്കണമെങ്കിൽ ഒരു ചാർജും ഗവൺമെൻറ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ എഡ്യൂക്കേഷന് ഇത്രയും ആളുകൾക്ക് ടീച്ചേഴ്സിന് സാലറി കൊടുക്കാനും ഇത്രയും ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങുകൾ, സ്കൂളിൻ്റെ ബിൽഡിങ്ങുകൾ, കോളേജിൻ്റെ ബിൽഡിങ്ങുകൾ എന്നിവക്കൊക്കെയുള്ള ഫണ്ട് ഗവൺമെൻറ് റൈസ് ചെയ്യുന്നത് ഇങ്ങനെ ടാക്സിലൂടെയാണ്. അതുപോലെ തന്നെ ഡിഫൻസ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധം ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഗവൺമെൻറ് ഈ ടാക്സ് വരുമാനത്തിലൂടെയാണ്. കാരണം ഈ ഡിഫൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചിലവ് മാത്രമുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് വരുമാനമൊന്നും വരുന്നില്ല. അപ്പോൾ അതിന് ഒരുപാട് ചിലവുകൾ വേണ്ടി വരും. നമുക്ക് ആയുധങ്ങൾ മേടിക്കാനും പട്ടാളക്കാർക്ക് സാലറി കൊടുക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചിലവുകൾ ഉണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് അതെല്ലാം കാണുന്നത് ഈ ഒരു ടാക്സ് വരുമാനത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ടാക്സ് വരുമാനം മാത്രമല്ല, എല്ലാ വരുമാനത്തിൽ നിന്നും കൂടിയാണ്. പക്ഷേ അതിൽ ഏറ്റവും വലിയ മേജറായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ടാക്സ് ആണ്. പിന്നെ അതേപോലെ അഗ്രികൾച്ചർ, ഇവിടെ കൃഷി പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഒരുപാട് കൃഷി പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ഫണ്ട് കാണുന്നത് ഗവൺമെൻറ് ടാക്സിൽ നിന്നാണ്. അതേപോലെ ഇവിടെ കോടതി, അതേപോലെയുള്ള പോലീസ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഫണ്ട് കാണുന്നത്. അഥവാ കോടതിയിൽ ജഡ്ജിക്ക് സാലറി കൊടുക്കേണ്ടി വരും, കോടതിയുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരും. അതേപോലെ തന്നെ പോലീസിന് സാലറി കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ് ഫണ്ട് കാണുന്നത് ടാക്സിൽ നിന്നാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ,
നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ്, ഇപ്പോൾ സബ് കളക്ടർ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ് ഈ ഒരു ടാക്സ് മാർഗത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ടാക്സ് ഗവൺമെൻറ് ഓരോ രാജ്യത്തും ഗവൺമെൻറ് ഒരു ടാക്സ് ഫിക്സ് ചെയ്യും, പല ടൈപ്പ് ടാക്സുകളായിട്ട് ഫിക്സ് ചെയ്യും. നമുക്ക് അതിലോട്ട് പോകാം, എന്തെല്ലാം ടൈപ്പ് ടാക്സുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അടുത്തത് അതിലോട്ട് പോകാം. അപ്പോൾ ഈ ടാക്സുകളെല്ലാം ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആ രാജ്യത്തെ തെറ്റാണ്, അല്ലെങ്കിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. അപ്പോൾ അങ്ങനെ പേ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആ ഒരു ഒഫൻസിന് വിധേയമാകേണ്ടി വരും. അപ്പോൾ അതാണ് ബേസിക്കായിട്ട് ടാക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തെല്ലാം ടൈപ്പ് ഓഫ് ടാക്സുകളാണ് ഇന്ത്യയിലുള്ളത്? ഇന്ത്യയിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ടാക്സുകളാണുള്ളത്. ഒന്നാമത്തത് ഡയറക്റ്റ് ടാക്സ്, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ടാക്സ്. നിങ്ങൾക്കറിയാലോ, ആദ്യത്തെ ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ടാക്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആളുകളുടെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് അവർ ആരാണോ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആൾ അയാളുടെ അടുത്ത് നിന്ന് ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. ഉദാഹരണത്തിന് ഒരാൾക്ക് വരുമാനം വരുന്നുണ്ട്, ഇൻകം വരുന്നുണ്ട്, അല്ലെങ്കിൽ സാലറി മേടിക്കുന്നുണ്ട്, അയാളുടെ സാലറിയിൽ നിന്ന് ഒരു പോർഷൻ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ എന്തായിരിക്കും ഇൻഡയറക്റ്റ് ടാക്സ്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിക്ക് ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട് അത് കളക്ട് ചെയ്യുന്നത് അതേപോലെ അത് പേ ചെയ്യുന്നതും രണ്ടാളായിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു സാധനം, ഒരു കമ്പ്യൂട്ടർ മേടിക്കാമെന്ന് വെച്ചോളൂ ഒരു കടയിൽ നിന്ന്. ആ കമ്പ്യൂട്ടറിന് 50,000 രൂപയാണ്, അതിന് ടാക്സ് ആയിട്ട് ഒരു 10,000 ഉണ്ട്, അങ്ങനെ 60,000 രൂപയ്ക്കാണ് കമ്പ്യൂട്ടർ മേടിക്കുന്നത്. ഈ 50,000 രൂപയും ടാക്സും നമ്മൾ കടക്കാരന് കൊടുക്കും, 60,000 രൂപ. കടക്കാരൻ അത് 50,000 രൂപ അയാളുടെ എമൗണ്ടും 10,000 രൂപ ഗവൺമെൻറ്റിക്ക് ടാക്സ് ആയിട്ടും പേ ചെയ്യും. ബേസിക്കലി കടക്കാരൻ അവിടെ ടാക്സ് ആയിട്ട് ഒരു എമൗണ്ട് ഇൻകർ ചെയ്യേണ്ടി വരുന്നില്ല. കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമ്മളെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് അതുപോലെ കൊടുക്കുകയാണ്. പക്ഷേ ഇൻകർ ചെയ്യുന്നത് നമ്മളാണ്. പക്ഷേ നമ്മൾ ഗവൺമെൻറ്റിക്ക് ടാക്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പം ഗവൺമെൻറ് ഇൻഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഈ കടക്കാരൻ അല്ലെങ്കിൽ ബിസിനസ്മാൻ മുഖേന കളക്ട് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. അഥവാ നമ്മുടെ ഇൻകത്തുമ്പോഴും നമ്മളെ വെൽത്തുമ്പോഴും ഡയറക്റ്റായിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ ബേസിക്കലി അത് കൺസ്യൂമേഴ്സ് പേ ചെയ്യുന്നതാണ്. അത് കൺസ്യൂമർ അറിയാതെ ഒരു പ്രൊഡക്റ്റോ സർവീസോ എടുക്കുമ്പം അത് ആ ബിസിനസ് ഓണേഴ്സിന് പേ ചെയ്തിട്ട് ആ ബിസിനസ് ഓണർ ഗവൺമെൻറ്റിലോട്ടാണ് പേ ചെയ്യുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. കാരണം GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നിങ്ങൾക്കറിയാലോ, GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഒരു ഗുഡ്സോ സർവീസോ ഇവിടെ കൺസ്യൂം ചെയ്യുമ്പം അതുമേ കസ്റ്റമർ പേ ചെയ്തിട്ട് ഗവൺമെൻറ്റിലോട്ട് കളക്ട് ചെയ്യപ്പെടുന്നതാണ് GST. അതുകൊണ്ട് തന്നെ GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ആ ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മെത്തേഡിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബൻസസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെയല്ല. ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് അവിടെ ടീച്ചർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വേറെ ഡിസ്റ്റർബൻസിലോട്ട് പോകാതെ ഒരുവിധം ടീച്ചർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ കുറേ കൺട്രോൾ ചെയ്യണം. കുറേ ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ അതിലോട്ടൊന്നും പോകാതെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം 100% ഡെഡിക്കേഷൻ കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ഇരിക്കണം. അതുപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ള വേറൊരു കാര്യം, ഒരു പെന്നും ഒരു നോട്ട്ബുക്കും, GSTക്ക് മാത്രമായിട്ടുള്ള ഒരു നോട്ട്ബുക്കും ഒരു പെന്നും എടുത്തു വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സ്ലൈഡ് കവർ ചെയ്ത് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ സ്ലൈഡിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നോട്ട് ചെയ്യുക. അതുപോലെ സ്ലൈഡിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ലൈഡിൻ്റെ PDF വേർഷൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടില്ല എന്നാരും വിചാരിക്കേണ്ട. ഈ നോട്ട്സ് വേറെ അയച്ചു തരില്ല എന്ന് വിചാരിക്കേണ്ട. ഈ നോട്ട്സ് PDF ആക്കിയിട്ട്, ഈ സ്ലൈഡ് PDF ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ സ്ലൈഡും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ GSTയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇന്ത്യയിൽ 2 ടൈപ്പ് ടാക്സുകളാണുള്ളത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇൻകത്തുമേലോ വെൽത്തുമേലോ ഡയറക്റ്റായിട്ട് അയാൾ തന്നെ ടാക്സ് അടക്കുകയാണ്. അഥവാ എനിക്കിപ്പം ഒരു മാസം ഒരു ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ശമ്പളത്തുമ്പോൾ ഞാൻ തന്നെ ഗവൺമെൻറ്റിനോട് പറയാണ് ഇത്ര ശതമാനം, അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന ശതമാനം. അഥവാ ഇപ്പോൾ സപ്പോസ് ഗവൺമെൻറ്
ഇൻകം ടാക്സ് പറയുന്നത് ഒരു 30% ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു 30% ഡയറക്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐറ്റം കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആ സാധനത്തിന് കൊടുക്കുന്ന എമൗണ്ടിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ഗവൺമെൻറ്റിലോട്ട് എത്തുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അഥവാ കൺസ്യൂമേഴ്സ് അവർ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിലോ അല്ലെങ്കിൽ സർവീസിലോ അറിയാതെ പേ ചെയ്യുന്ന ടാക്സ് ആണ്. അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവർ പേ ചെയ്യുന്ന, അഥവാ അവിടെ ഒരു മനഃപൂർവ്വം കൊടുക്കാൻ ഉദ്ദേശമില്ലാതെ കൊടുക്കുന്ന ഒരു ടാക്സ് ആണത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2017 ജൂലൈ വരെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. അഥവാ സെൻട്രൽ ഗവൺമെൻറ്റും ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യും, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യും. സെൻട്രൽ ഗവൺമെൻറ് ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് മാനുഫാക്ചറിൻ്റെ മേലിലോ അഥവാ പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ, അഥവാ 2 കാര്യങ്ങളിലാണ് സെൻട്രൽ ഗവൺമെൻറ് ഇവിടെ ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ഒന്ന് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ ആയിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്തത് എന്തെങ്കിലും ഗുഡ്സ് വിറ്റാലോ, അഥവാ അത് ചിലപ്പം ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോട്ടാകാം. അഥവാ ബേസിക്കലി സെയിൽ നടക്കുമ്പോൾ മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സാധനം വിൽക്കുമ്പോഴായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന 2017 വരെ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അഥവാ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് മാനുഫാക്ചർ അല്ലെങ്കിൽ സർവീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് സെയിൽ.